ഇന്ന് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവരോടും പറയാം, നിങ്ങൾ പറയുന്നതിൻ്റെ അപ്പുറം നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും നടക്കത്തില്ല. വേണ്ടാത്ത വാക്കുകൾ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ അത് നിർവീര്യമാക്കിക്കേ. മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഭവനം മുഴുവൻ അനുഗ്രഹത്തിൽ റെസനേറ്റ് ചെയ്യട്ടെ. ദൂതന്മാർ കയറി ഇറങ്ങുന്ന ഭവനമാണ്. ശരീരത്തോട് സൗഖ്യമാകാൻ പറഞ്ഞ്, ആരോഗ്യം വരാൻ പറഞ്ഞ്, യേശുവിൻ്റെ നാമത്തിൽ ഓടേണ്ടതായി ശരീരം യേശുവിൻ ദൈവരാജ്യത്തിന് വേണ്ടി. യേശുവിൻ്റെ നാമത്തിൽ ആരോഗ്യം വരട്ടെ കൽപ്പിച്ചേ. നിങ്ങളുടെ വായു കൊണ്ട് കൽപ്പിച്ചേ. ക്യാൻസർ ചാകും, ഞാൻ ജീവിക്കും യേശുവിൻ്റെ നാമത്തിൽ. നിങ്ങളുടെ ശബ്ദം ആ ക്യാൻസറിനെ ഉരുക്കിക്കളയും. സന്തോഷിച്ച് നന്ദി കർത്താവേ, സൗഖ്യമാക്കിയതിനായി സ്തോത്രം, വിടുവിച്ചതിനായി സ്തോത്രം. അങ്ങ് എൻ്റെ രോഗത്തിന് ആ ക്രൂശിൽ വില കൊടുത്തതിനായി നന്ദി. സാമ്പത്തികമായ കാര്യം യേശുവെ, അങ്ങ് ദരിദ്രനായത് ഞാൻ സമ്പന്നനാകാനാണ്. യേശുവിൻ്റെ നാമത്തിൽ ഈ ഭവനത്തിന് ദാരിദ്ര്യം ഇറങ്ങിപ്പോട്ടെ പറഞ്ഞേ. നിങ്ങളുടെ വാമൊഴിയായി പറഞ്ഞേ. വീണ്ടും ആവർത്തിച്ച് പറയാം, നിങ്ങളുടെ വ്യക്തിപരമായ ആത്മീയ ജീവിതം വാടകയ്ക്ക് വേറെ ആൾക്കും കൊടുക്കരുത്. പൈസ കൊടുത്തുകൊണ്ടായില്ല. ഇത് വ്യക്തിപരമായി പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയിൽ യേശുവുമായിട്ടുള്ള സംസർഗമാണ്. അവിടെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തു മുഖാന്തരം നമുക്ക് ചെയ്യാം.